വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പേപ്പറിലെ യൂണിറ്റ് 6 മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് എന്ന ചാപ്റ്ററാണ്. സോ നമുക്കതിലേക്ക് നോക്കാം. മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ്. എഴുതുന്ന രീതിയും അതേപോലെ എഴുതുന്ന മെക്കാനിസം ഒക്കെ നിലനിർത്തി എഴുതിയാൽ മാത്രമേ നമ്മുടെ റൈറ്റിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. വിച്ച് മീൻസ് നമ്മൾ എഴുതുമ്പോൾ പങ്ക്ച്വേഷൻ റൂൾസും അതേമാതിരി സ്റ്റൈലിക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. നമ്മുടെ റൈറ്റിംഗ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റിയോടുള്ള റെസ്പെക്റ്റ് കാണിക്കണം. അതേപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് പങ്ക്ച്വേഷൻ എന്താ നോക്കാം. പങ്ക്ച്വേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഇൻറ്റൻഡഡ് ടു സേ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വായനക്കാർക്ക് ശരിയായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പങ്ക്ച്വേഷന് ശരിയായിരിക്കണം. തെറ്റായിട്ടുള്ള പങ്ക്ച്വേഷൻ യൂസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മിസ്കമ്മ്യൂണിക്കേഷൻ വരും. ലൈൻ പ്രസ് പറഞ്ഞിട്ടുണ്ട്, പങ്ക്ച്വേഷൻ മാർക്സ് ആർ ദി ട്രാഫിക് സിഗ്നൽ ഓഫ് ദി ലാംഗ്വേജ്. ദേ ടെൽ us ടു സ്ലോ ഡൗൺ, നോട്ടീസ് ദിസ്, ടേക്ക് എ ഡിറ്റോർ ആൻഡ് സ്റ്റോപ്പ്. പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറയുന്നത് ട്രാഫിക് സിഗ്നലാണ്, ലാംഗ്വേജിൻ്റെ ട്രാഫിക് സിഗ്നലാണ്. അത് നമ്മളോട് എവിടെ സ്ലോ ആക്കണം, അതേപോലെ എവിടെ നോട്ടീസ് ചെയ്യണം, അതേപോലെ എവിടെ നിർത്തണം, എവിടെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ നമുക്കത് മനസ്സിലാക്കി തരും. അപ്പോൾ കറക്റ്റായിട്ടുള്ള പങ്ക്ച്വേഷൻ യൂസ് ചെയ്തിട്ട് സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആവുള്ളൂ. പങ്ക്ച്വേഷൻ മാർക്കിൽ നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്യണത് കോമയാണ്, എന്നാൽ അധികമായിട്ട് മിസ്യൂസ് ചെയ്യണതും കോമ തന്നെയാണ്. യോജിക്കേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ യോജിച്ചിട്ടും അതേപോലെ യോജിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വേർപ്പെടുത്തിയിട്ടും നമ്മൾ അതിൻ്റെ മീനിങ്സ് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കോമ ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A woman without her man is nothing can be differently punctuated to mean two entirely different things. 1. A woman without her man is nothing. B. A woman without her man is nothing. ഇതിൽ രണ്ട് മീനിങ് ആണ് വരുന്നത്. ഒന്നാമത്തെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഇല്ലാതെ ഒരു പുരുഷന് ഒന്നുമല്ല എന്നാണ് ഒന്നാമത്തെ മീനിങ്. എന്നാൽ രണ്ടാമത്തെ മീനിങ് പുരുഷനില്ലാത്ത സ്ത്രീ ഒന്നുമല്ല എന്നാണ്. അപ്പോൾ രണ്ടിനും ഒരു കോമൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് മീനിങ്സ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പങ്ക്ച്വേഷൻ മാർക്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോമ. കോമ നമുക്ക് വെറൈറ്റി ഓഫ് വേസിൽ യൂസ് ചെയ്യാം. ഫസ്റ്റ് വേ, ആഫ്റ്റർ ദി ഇൻട്രൊഡക്ടറി വേർഡ് ഓഫ് ഫ്രേസ്. സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷൻ പറയുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ പ്രയോഗമോ കഴിഞ്ഞിട്ട് നമുക്ക് കോമ യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, ടു ലിസ്റ്റ് നൗൺ, അഡ്ജക്റ്റീവ്സ്, വേർബ്സ് ഓർ ആഡ്വേർബ്സ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ നമുക്ക് നൗൺസ്, അഡ്ജക്റ്റീവ്, വേർബ്സ്, ആഡ്വേർബ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ നമുക്ക് കോമ യൂസ് ചെയ്യാം. തേർഡ് വൺ, ടു സെപ്പറേറ്റ് ഇൻ്ററപ്റ്റിംഗ് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻ ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ എക്സ്പ്രഷനും അതേപോലെ ഇൻ്ററപ്റ്റിംഗ് വേർഡ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഫോർത്ത്, ആഫ്റ്റർ വേർഡ് ലൈക്ക് സെഡ്, റിപ്ലൈഡ്, ആസ്ഡ് എക്സെട്ര ടു സ്റ്റാർട്ട് എ കോട്ട്. ഒരു കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആസ്ഡ്, റിപ്ലൈഡ്, സെഡ് എന്നൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കോമ യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് വൺ, സെമിക്കോളൻ. സെമിക്കോളൻ നമുക്ക് എപ്പോഴൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്പർ 1, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് കൺജക്ഷൻ ഉപയോഗിക്കാതെ എഴുതുകയാണെങ്കിൽ നമുക്ക് സെമിക്കോളൻ യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ, ടു റീപ്ലേസ് എ പീരിയഡ് ടു റെഡ്യൂസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ലിങ്ക്ഡ് സെൻറ്റൻസ്. ഫുൾ സ്റ്റോപ്പിന് പകരം നമുക്ക് ലിങ്ക്ഡ് സെൻറ്റൻസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. തേർഡ് വൺ, ദ വേർഡ് ഹൗവർ കം ആഫ്റ്റർ എ സെമിക്കോളൻ ഓർ എ പീരിയഡ് ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ കോമ. പലപ്പോഴും ഹൗവർ ഒരു സെമിക്കോളൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഹൗവർ കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ടാവും പിന്നാലെ. തേർഡ് വൺ, കോളൻ. കോളൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്പർ 1, ടു സെപ്പറേറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് വേർ ദി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസസ് ഓർ എക്സ്പ്ലെയിൻ ദി സെക്കൻഡ്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുക. അതിൽ ആദ്യത്തേത് രണ്ടാമത്തതിൻ്റെ ആമുഖമായിട്ടോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടോ ഉപയോഗിക്കാം. രണ്ടാമത്തത്, ടു സ്റ്റാർട്ട് എ ലിസ്റ്റ് ഓഫ് ഐറ്റം. ഒരു ഐറ്റത്തിൻ്റെ ലിസ്റ്റ് കാണിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. തേർഡ്, ടു സെപ്പറേറ്റ് എ ടൈറ്റിൽ ഫ്രം സബ് ടൈറ്റിൽസ്. സബ് ടൈറ്റിൽസും ടൈറ്റിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഫോർത്ത് വൺ, ഡബിൾ കൊട്ടേഷൻ മാർക്ക്. ഡബിൾ കൊട്ടേഷൻ മാർക്ക് നമ്മളെപ്പോഴും യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്പർ 1, ടു കോട്ട് ദി വേർഡ് ഓഫ് ദി സ്പീക്കർ. സ്പീക്കറിൻ്റെ വേർഡ് കോട്ട് ചെയ്യാനും. നമ്പർ 2, ടു മാർക്ക് ദി ടൈറ്റിൽ ഓഫ് ദി എസ്സേ, ജേർണൽ ആൻഡ് മാഗസിൻ, ആർട്ടിക്കിൾസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ഇൻ എ സെൻറ്റൻസസ്. എസ്സേൻ്റെ ടൈറ്റിൽ മാർക്ക് ചെയ്യാൻ, അതേപോലെ ജേർണലിൻ്റെയും മാഗസിൻ ആർട്ടിക്കിൾസിൻ്റെയും അതേപോലെ ഷോർട്ട് സ്റ്റോറിയിൽ ഒരു സെൻറ്റൻസിൽ ഉണ്ടാവുന്ന ഷോർട്ട് സ്റ്റോറീസിൻ്റെ അതേപോലെ മാഗസിൻ്റെയും ജേർണലിൻ്റെയും എസ്സേൻ്റെ ഒക്കെ ടൈറ്റിൽ മാർക്ക് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഫിഫ്ത്ത് വൺ, സിംഗിൾ കൊട്ടേഷൻ മാർക്ക്. ഇതെപ്പോഴും ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വേർഡോ അല്ലെങ്കിൽ ഫ്രേസോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ടേമോ കാണിക്കാൻ ഉപയോഗിക്കുക. സിക്സ്ത് വൺ, അപ്പോസ്ട്രോഫി. ഇതെപ്പോഴും ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഈ അപ്പോസ്ട്രോഫി നമ്മൾ പൊസിഷനെ കോൺട്രാക്ഷനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ലെറ്റേഴ്സിൻ്റെ ഫിഗേഴ്സിൻ്റെ പ്ലൂറൽ കാണിക്കുന്നുണ്ട്.
7th വൺ പാരന്തസിസ് ആൻഡ് ബ്രാക്കറ്റ്സ്. ഇവ എപ്പോഴും ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദെൻ 8th വൺ ഡാഷ്. ആ ഡാഷിന് എം ഡാഷ് എന്ന് പറയും. ഇതും ഹൈഫനുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഹൈഫന് ഷോർട്ടാവും, ഹൈഫന് ഡാഷിനെക്കാട്ടിലും ഷോർട്ടാവും. ഹൈഫന് എൻ ഡാഷ് എന്നാണ് പറയുക. ഒരു ഡാഷ് എപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു കോളൻ അല്ലെങ്കിൽ കോമ അല്ലെങ്കിൽ പാരന്തസിസ് ഒക്കെ റീപ്ലേസ് ചെയ്യാനാണ് ഡാഷ് യൂസ് ചെയ്യണത്. അതൊരു സെൻറ്റൻസ് ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ കൊടുക്കുന്നതുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡാഷിൻ്റെ അപ്പുറവും ഇപ്പുറവും സ്പേസ് കൊടുക്കണം. ദെൻ 9th വൺ ഹൈഫൺ. ഡാഷും ഹൈഫണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത് ആണ്. ഹൈഫൺ എന്ന് പറയുന്നത് ഡാഷിൻ്റെ 1/3 ഉള്ളൂ. പ്രധാനമായിട്ടും കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതേപോലെ ഹൈഫൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സ്പേസും പാടില്ല. ദെൻ 10th വൺ പീരിയഡ്. ഫുൾ സ്റ്റോപ്പ് എന്നും പറയും. ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കേണ്ടതിൻ്റെ റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് എന്താണെന്ന് വെച്ചാൽ നമ്പർ 1, ആശ്ചര്യചിഹ്നങ്ങളും ചോദ്യചിഹ്നങ്ങളും അവസാനിക്കാത്ത എല്ലാ വാചകങ്ങളുടെയും അവസാനം ഇത് ഉപയോഗിക്കുക. സെക്കൻഡ് വൺ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും ലാസ്റ്റിൽ. പക്ഷേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിന് ഫുൾ സ്റ്റോപ്പാണ് ഉണ്ടാവുക. തേർഡ് വൺ, വിട്ടുപോയത് കാണിക്കാൻ 3 ഫുൾ സ്റ്റോപ്പ് ഒരുമിച്ചിട്ടുണ്ട്. ഫോർത്ത് വൺ, ചുരുക്കെഴുത്തുകൾ എഴുതാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ 11th വൺ, ക്യാപിറ്റലൈസേഷൻ. ദിസ് ഈസ് ദ യൂസ് ഓഫ് ദി അപ്പർ കേസ് ലെറ്റർ ഇൻ എ വേർഡ് ഫോളോഡ് ബൈ എ ലോവർ കേസ് ലെറ്റർ. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്പർ 1, വി യൂസ് ഇറ്റ് ഇൻ എ ഫസ്റ്റ് വേർഡ് ഓഫ് ദി സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് വേർഡിൽ യൂസ് ചെയ്യും. പിന്നെ ബി ഇൻ ദ ടൈറ്റിൽ യൂസ് ചെയ്യും. സി പ്രോപ്പർ നൗണിൽ യൂസ് ചെയ്യും. ഡി ഡേയ്സ് ആൻഡ് മന്ത്, ഡേയ്സിലും മന്തിലും യൂസ് ചെയ്യും. ഈ 4 കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ യൂസ് ചെയ്യണത്. പിന്നെ പറയണത് അക്കാദമിക് സ്റ്റൈലാണ്. എസ്സേസും പ്രൊജക്റ്റും റിപ്പോർട്ട്സും ജേണൽ ആർട്ടിക്കിൾസും ഡിസർട്ടേഷനും തിയസിസും മറ്റും ഉപയോഗിക്കുന്ന വിവിധ തരം രീതികളെയാണ് അക്കാദമിക് സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ്, മാഗസിൻ, എസ്സേസ് ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നിവയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളാണ് അക്കാദമിക് സ്റ്റൈലിൽ കാണുക. ഒരു ഫോർമൽ അക്കാദമിക് പേപ്പർ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള അക്കാദമിക് സ്റ്റൈൽ നിങ്ങൾ പിന്തുടരേണ്ടി വരും. ദാറ്റ് മീൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന കൊട്ടേഷനുകളും കടമെടുത്ത മറ്റ് വിവരങ്ങളും ഒരു പ്രത്യേക രീതിയിൽ കാണിക്കണമെന്നാണ്. ഡോക്യുമെൻറ്റേറ്റീവ് സ്റ്റൈല് ഡിസിപ്ലിൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറ്റം വരും. ലിബറൽ ആർട്സും ഹ്യൂമാനിറ്റീസും ഒക്കെ MLA സ്റ്റൈലും സോഷ്യൽ സയൻസ് ആൻഡ് സയൻസ് സബ്ജക്ട്സ് ഫോളോ ചെയ്യണത് APA സ്റ്റൈലുമാണ്. പിന്നെ വേറെ സ്റ്റൈലുകളുണ്ട്. ചിക്കാഗോ, ഓക്സ്ഫോർഡ് ആൻഡ് കാംബ്രിഡ്ജ്, അവർക്ക് അവരുടേതായ സ്റ്റൈലുകളാണ്. ഇപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ജേണലിന് വേണ്ടിയിട്ട് എഴുതുകയാണെങ്കിൽ ആ ജേണലിൻ്റെ സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അക്കാദമിക് പേപ്പറിലെ 2 കൈൻഡ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പാരന്തറ്റിക്കൽ ഡോക്യുമെൻറ്റ് ആൻഡ് വേർഡ് സൈറ്റഡ്. ഫോർമറിനെ ഇൻഡെക്സ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയും. ലേറ്ററിനെ റെഫറൻസ് അല്ലെങ്കിൽ ബൈബിളിയോഗ്രാഫി എന്നും പറയും. നമ്മൾ അക്കാദമിക് പേപ്പർ എഴുതുമ്പോൾ പല കൊട്ടേഷനുകൾ ഉപയോഗിക്കും. അങ്ങനെ കൊട്ടേഷനുകൾ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ സോഴ്സ് ഓഫ് ഡീറ്റെയിൽസ് എഴുതണം. സാധാരണ ഇൻഡെക്സ് ഡോക്യുമെൻറ്റിൽ എഴുത്തുകാരൻ്റെ പേരും പുസ്തകത്തിൻ്റെ പേജ് നമ്പറുമാണ് കൊടുക്കൽ. ഇനി നമുക്ക് MLA സ്റ്റൈൽ നോക്കാം. MLAൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മോഡേൺ ലാംഗ്വേജ് അസോസിയേഷനാണ്. അത് US-ലെ ഒരു ഓർഗനൈസേഷനാണ്. അക്കാദമിക് പേപ്പറിലെ വിവിധ തരം ഗൈഡ് ലൈൻസും MLAക്ക് തരുന്നുണ്ട്. പിന്നെ പറയുന്നത് APA സ്റ്റൈലാണ്. APAൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ എന്നാണ്. APA സ്റ്റൈൽ പേപ്പറിന് കുറച്ച് സെക്ഷൻസ് ഉണ്ട്. ഏതാണെന്ന് വെച്ചാൽ ടൈറ്റിൽ പേജ് ഉണ്ടാവും, അബ്സ്ട്രാക്റ്റ് ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ, മെത്തേഡ്, റിസൾട്ട്, ഡിസ്കഷൻസ്, റെഫറൻസ്, അപ്പൻഡിസസ് ഉണ്ടാവും. APA ഉപയോഗിക്കുമ്പോൾ മുഴുവൻ പേപ്പറും ഡബിൾ സ്പേസ് ആയിരിക്കും. ആൻഡ് ടൈം ന്യൂ റോമൻ ഫോണ്ടാണ് ടെക്സ്റ്റിന് യൂസ് ചെയ്യുക. അതേപോലെ ടേബിൾസിന് ഏരിയൽ ഫോണ്ടുമാണ് യൂസ് ചെയ്യുക. MLA സിസ്റ്റത്തിൽ ഇൻഡെക്സ്ഡ് സൈറ്റേഷനിൽ എഴുത്തുകാരൻ്റെ പേരും പേജ് നമ്പറും കൊടുക്കുന്നു. പക്ഷേ APA രീതിയിൽ എഴുത്തുകാരൻ്റെ പേരും പുസ്തകത്തിൻ്റെ പബ്ലിക്കേഷൻ ഇയറുമാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി എന്താ നോക്കാം. അക്കാദമിയിലുള്ള എല്ലാവരും, അധ്യാപകർ, വിദ്യാർത്ഥികൾ, റിസർച്ചേഴ്സ് എല്ലാവരും പാലിക്കേണ്ട ഒരു മോറൽ കോഡാണ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റി. സ്റ്റഡീസിലും റിസർച്ചിലും ടീച്ചിങ്ങിലും റൈറ്റിങ്സിലും എങ്ങനെയാണ് നല്ലൊരു പെരുമാറ്റം ഉണ്ടാവുക എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. പരീക്ഷയിലെ ചീറ്റിങ്ങും കോപ്പിയും ചെയ്യാതിരിക്കുക. അസൈൻമെൻറ്റിൽ മറ്റുള്ളവരുടെ വർക്കുകൾ സ്വന്തം പേരിൽ എഴുതാതിരിക്കുക. ഇത്തരം കോപ്പിയടിയെ പ്ലാഗ്യാരിസം എന്ന് വിളിക്കുന്നു. ഇത് വലിയൊരു തെറ്റായിട്ട് കാണുന്നത്. വളരെ വലിയ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വഞ്ചന കുറ്റമാണിത്. പ്ലാഗ്യാരിസം 2 വിധത്തിലുണ്ട്, അറിയാതെ ഉള്ളതും അറിഞ്ഞിട്ടുള്ളതും.
ഇനി പ്രൂഫ് റീഡിങ് നോക്കാം. ഒരു പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട അവസാന പടിയാണിത്, പ്രൂഫ് റീഡിങ്. പ്രൂഫ് റീഡിങ് ചെയ്യുമ്പോൾ കാര്യമായിട്ടും പ്രധാനമായിട്ടും നോക്കേണ്ടത് സ്പെല്ലിങ്, സെൻറ്റൻസ്, സ്റ്റൈൽ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, പ്ലാഗ്യാരിസം, പാരഗ്രാഫ്, തിയസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ 6 കാര്യമാണ് പ്രൂഫ് റീഡിങ്ങിൽ നമ്മൾ നോക്കേണ്ടത്. സ്പെല്ലിങ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ സ്പെല്ലിംഗ് ചെക്ക് ഉപയോഗിക്കാം. പക്ഷേ പല പേരുകളും മറ്റും അതിൽ കാണണമെന്നില്ല. അമേരിക്കൻ സ്പെല്ലിംഗ് ബ്രിട്ടീഷ് സ്പെല്ലിങ്ങിലും പല വാക്കുകളും വ്യത്യസ്തമാണെന്നും കാര്യം ഓർക്കുക. പിന്നെ സെൻറ്റൻസ്, ഫ്രാഗ്മെൻറ്റ്സ്, വെറൈറ്റി, സബ്ജക്റ്റ് വേർഡ് അഗ്രിമെൻറ്റ്, പാരലലിസം, വേർഡ്നെസ്, റൺ ഓൺ സെൻറ്റൻസ്, ചോപ്പി സെൻറ്റൻസ്, ടാഗ്ലിംഗ് മോഡിഫയർ ആൻഡ് അതർ ഗ്രാമറ്റിക്കൽ എറേഴ്സ് ആൻഡ് പങ്ക്ച്വേഷൻസ് മുതലായവ നോക്കുക. പിന്നെ സ്റ്റൈൽ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ദെൻ പ്ലാഗ്യാരിസം, ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിക്റ്റേഷൻ ടൂൾസ് യൂസ് ചെയ്യുക. പിന്നെ പാരഗ്രാഫ്, ചെക്ക് ഫോർ ടോപ്പിക് സെൻറ്റൻസ്, സബ്സ്റ്റാൻഷിയേഷൻ ആൻഡ് ട്രാൻസിഷൻ സിഗ്നൽസ്. ദെൻ തിയസിസ് സ്റ്റേറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് ഇൻട്രൊഡക്ടറിയും കൺക്ലൂഡിങ് പാരഗ്രാഫ് ചെക്ക് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഐഡിയ പ്രസൻറ്റ് ചെയ്തേക്കണമെന്ന് കാണാനാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് യൂണിറ്റ് 6 മെക്കാനിക്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ്. താങ്ക് യു.